Hi friends, welcome back to our channel. Today in this video, I am going to show the review of small Juki swing machine. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഒരു റിവ്യൂ ആണ് ചെയ്യുന്നത്. ജുക്കി സ്മോൾ മെഷീന്റെ റിവ്യൂ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഇത് മെഷീന്റെ പെഡലാണ്. ഇതിങ്ങനെ ചവിട്ടുമ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ആയി പോവും. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ സുഖമാണ്. ഇതിൻ്റെ ഇങ്ങനെ ഒരു പ്ലഗ് ഉണ്ട്. അപ്പോൾ ഈ പ്ലഗ് നമുക്ക് മെഷീൻ്റെ ഇവിടെ കുത്തി കൊടുക്കാം. ഇനി മെഷീൻ്റെ കൂടെ ഇങ്ങനെ ഒരു പ്ലഗ് ഉണ്ട്. ഇനി ഈ പ്ലഗ് നമുക്ക് ഏതെങ്കിലും ഒരു സോക്കറ്റിലേക്ക് കുത്തി കൊടുക്കാം. ഇനി മെഷീൻ ഓൺ ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സൈഡിലൊരു സ്വിച്ച് ഉണ്ട്. നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു വൈറ്റ് കളറിലെ ലൈറ്റ് ഓൺ ആവും. ഈ മെഷീൻ്റെ അൺബോക്സിങ് വീഡിയോ ഒന്നുമില്ല. കാരണം ഈ മെഷീന് ഞങ്ങൾ സൗദി പോയപ്പോൾ വാങ്ങിച്ചായിരുന്നു. അവിടുന്ന് ഒരു ചെറിയ സ്റ്റിച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിയതായിരുന്നു. അപ്പോൾ നാട്ടിലെത്തിയിട്ട് ഇപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾ ഈ മെഷീൻ ഒന്ന് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്യാമെന്ന്. അങ്ങനെ എടുത്തതാണ് ഈ മെഷീന്. ഈ മെഷീൻ്റെ പേര് ജുക്കി HZL27Z ആണ്. ഇതിൽ 11 സ്റ്റിച്ചസ് ഉണ്ട്. ഇതാണ് 11 സ്റ്റിച്ചസ്. ഇത് നമുക്ക് ബട്ടൺസ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ഹോളൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ഇതാണ് ഇവിടുന്ന് ഈ 1 തൊട്ട് ഈ 11 വരെ ഉള്ളതാണ് സ്റ്റിച്ചസ്. ഈ ബ്ലാക്ക് ലൈന് അവിടെയാണ് നമ്മൾ സ്റ്റിച്ചസ് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ച് വേണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റിച്ച് വരും. ഇനി നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വരും. പിന്നെ ഇത് നമുക്ക് ബാക്കിലേക്ക് പോയിട്ട് സ്റ്റിച്ച് കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് സ്റ്റിച്ചിൻ്റെ സൈസാണ്. പിന്നെ ഇവിടെ ഉള്ളത് ത്രെഡ് ഇടുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ത്രെഡ് ലൂസാണോ ടൈറ്റ് ആണോ എന്നൊക്കെ നോക്കാൻ നമുക്ക് ഏത് വേണ്ടത് അത് നമുക്ക് എടുക്കാം. ഇവിടെ 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണ് ഇത് വെച്ചിട്ട്, ഒരു മിഡിലാണ് ഇത് വെച്ചിട്ടുള്ളത്. മെഷീൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വെക്കുന്നത് ഇവിടെയാണ്. ഇതിലിപ്പോൾ ത്രെഡ് ഉണ്ട്, പിന്നെ മെഷീൻ്റെ ടാപ്പ്, പിന്നെ ഈ മെഷീൻ വാങ്ങിച്ചപ്പോൾ തന്നെ കിട്ടിയ സ്റ്റേഷനറി തിങ്സ് ആണ് ഇതൊക്കെ. പിന്നെ ഉള്ളത് ബ്രഷാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രഷ്. പിന്നെ ഈ മെഷീൻ്റെ നീലിലാണ്. പിന്നെ ബട്ടൺസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഹോളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ബട്ടൺസ് നമ്മൾ തുന്നേണ്ട ആവശ്യമില്ല, ഇതിന് ചെയ്തു തരും. അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് സൂചി ഇടാനും അഴിക്കാനൊക്കെ, ഇനി അഥവാ പൊട്ടിയാൽ അഴിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ സാധനം. ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ തിരിക്കുകയാണ് ചെയ്യുക. നെക്സ്റ്റ് ഇതിൽ ബോബിനുണ്ട്. അപ്പം നമുക്ക് ബോബിനിൽ നൂല് ചുറ്റുന്നത് ഫസ്റ്റിൽ നോക്കാം. അപ്പോൾ നമുക്കിതിൽ ബോബിനിൽ നൂല് ചുറ്റുന്നത് നോക്കാം. ഈ ബോബിനൊരു പ്ലാസ്റ്റിക് ബോബിനാണ്. അപ്പോൾ നമുക്ക് ബോബിനിൽ നൂല് ചുറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നൂലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ നൂലിങ്ങോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട്
എന്നിട്ട് നമ്മൾ ഈ എടുത്ത നൂല് ഈ കൊളത്ത് പോലെ നിൽക്കുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയ ഹോളുണ്ട്, ഒരു ഹോൾ പോലെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കുക. ഇതാ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് നമ്മളിവിടെ നൂലിടുക, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊളുത്തുക, എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ. അപ്പോൾ ഇവിടെ നൂല് ചുറ്റിയതിന് ശേഷം ബോബിനിൽ കുറച്ച് നൂല് ചുറ്റണം. എന്നിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇത് നിൽക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് നീക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെയുള്ള ഈ പെടലൊന്ന് ചവിട്ടി കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് ഇത്രയും നൂല് ചുറ്റിയാൽ മതി. കാരണം നമുക്ക് ഈ ഒരു കളർ നൂല് മാത്രമല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുക. അതുകൊണ്ട് നമ്മൾക്ക് ഇത്രയ്ക്ക് നൂല് ചുറ്റിയാൽ മതി. എന്നിട്ട് ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ നീക്കി കൊടുക്കുക. എന്നിട്ട് ഈ നൂല് ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ നൂല് ഇവിടെ കട്ട് ചെയ്തിന്. ഇനി നമുക്ക് ഇത് ഇവിടെ നിന്ന് എടുക്കാം. എന്നിട്ട് ഇത് ബോബിൻ കീസിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെയാണ് അത്. ഈ ബ്ലാക്ക് ഇങ്ങോട്ടേക്ക് നീക്കി കൊടുക്കുക. അപ്പോൾ ഇതിങ്ങോട്ട് വരും. ഇതൊരു ഗ്ലാസ് ആണ്. ഇനി നമ്മുടെ ഈ ബോബിൻ കീസിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ കാണുന്ന പോലെ ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇടണം. അപ്പോൾ നമുക്ക് ഈ നൂല് ഇതിൻ്റെ ഉള്ളിലൂടെ എടുക്കണം. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് ഏതെങ്കിലും സൈഡിലേക്കാണ്ട് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ നൂല് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്ലാസ് ഇവിടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ നീഡിൽ നൂലിടണത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഈ കുളത്ത് പോലെയുള്ള ഇതിലൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 എന്ന് ഇവിടെ കാണും. അപ്പോൾ ഈ 1ലൂടെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഈ 2 ഒരു ആരോ ഉണ്ടല്ലോ, അപ്പോൾ അതിലൂടെ ഇതിലൂടെ നമ്മളിങ്ങനെ എടുക്കണം. എന്നിട്ട് ഇവിടെ 3 എന്ന് കാണിക്കുന്നുണ്ട്, നമ്മൾ ഇതിലൂടെ ഇങ്ങനെ എടുക്കണം. ഇതിൻ്റെ ഇവിടെ ഒന്നും തട്ടാൻ പാടില്ല, പിന്നെ സ്റ്റിച്ചിങ്ങിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഇത് ഇപ്പോൾ മേലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതാണ്. അപ്പോൾ ഇതൊന്ന് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇത് ഇങ്ങനെ നൂല് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതപ്പോൾ ഇതിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇതൊരു കുളത്ത് പോലെയാണ്, ഇത് കയറിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ അടിയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ 5 എന്ന് കാണും. നമ്മൾ നൂല് ഇങ്ങനെ പിടിച്ചിട്ട് ഈ സാധനത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നീഡിൽ നിങ്ങൾക്ക് താഴേക്കാണെങ്കിൽ ഇത് നമ്മൾ മുകളിലേക്കാക്കി കൊടുക്കണം. എന്നിട്ട് ഈ സാധനം നമുക്ക് താഴോട്ട് വലിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കാണുന്നുണ്ടാവും ഇപ്പോൾ ഇവിടെ ഒരു കുളത്ത് പോലെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇത് വരുന്നത് ഈ നീഡിലിൻ്റെ ഹോളിൻ്റെ ഉള്ളിലൂടെയാണ് ഈ ഒരു കുളത്ത് പോലെയുള്ളത് വരുന്നത്. അപ്പോൾ ഈ ഒരു കുളത്ത് പോലെ ഉള്ളിലേക്ക് നമ്മൾ ത്രെഡ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് അങ്ങോട്ട് വലിക്കും. അപ്പോൾ ആ ഹോളിലൂടെ നമ്മൾ ത്രെഡ് അങ്ങോട്ട് പോവും. എന്നിട്ട് നമ്മൾ ഇത് വലിച്ചിട്ടല്ലോ, അതിന് ശേഷം നമ്മൾ
ഈ കുളത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ വലിച്ച് ഇങ്ങോട്ടേക്ക് വലിച്ചിട്ട് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ ഒരു കുളത്ത് പോലെയുള്ളത്, അതിനെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഇതൊന്ന് വലിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ ഇവിടെയുള്ള ഇത് വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നീഡിൽ ത്രെഡ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് താഴെയുള്ള അടിനൂല് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് പൊന്തിച്ച് പിടിച്ചിട്ട് നമ്മൾ ഇത് താഴേക്കൊന്ന് നീഡിൽ താഴേക്കൊന്ന് കൊണ്ടുപോവുക. അതിനുശേഷം നമ്മൾ മുകളിലോട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അതുപോലത്തെ ഈ നൂല് വരുന്നവരെ നമ്മളിങ്ങനെ ആക്കി കൊടുക്കണം. അപ്പോൾ ഇതാ അടിനൂല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ അടിനൂല് എടുത്ത് ഇങ്ങനെ മേലിലൂടെ എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി പിടിച്ചിട്ട് ഇതിൻ്റെ അടിയിലോട്ട് ഇങ്ങോട്ട് ബാക്ക് സൈഡിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് സാധാരണ സ്റ്റിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ സ്റ്റിച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാണ് യൂസ് ചെയ്യുക. നമുക്ക് ചെറിയ സ്റ്റിച്ച് വേണമെങ്കിൽ 1, അതിൽ വലുത് 2, അതിലും വലുത് 3, പിന്നെ അതിലും വലുത് 4. അപ്പോൾ നമ്മളിവിടെ 3-ലിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാ സ്റ്റിച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 3-ലേക്ക് ആക്കി കൊടുക്കണം. നമുക്ക് ഈ നൂല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിൽ ഇവിടെ ഒരു ബ്ലേഡ് ഉണ്ട്. ഈ നൂല് ഇതിലൂടെ ഇട്ട് കൊടുത്താൽ ഇത് കട്ട് ചെയ്യാതെ വരും. അപ്പോൾ നമ്മുടെ നോർമൽ സ്റ്റിച്ചാണ് ഇത് നമ്മൾ 3-ലിട്ടിട്ടാണ് അടിച്ചെടുത്തത്. ഇനി നമുക്ക് ഇതിലും വലിയ സ്റ്റിച്ച് വേണമെങ്കിൽ നമുക്ക് 4-ലിടാം, ചെറിയ സ്റ്റിച്ച് വേണമെങ്കിൽ 2-ല് 1-ലൊക്കെ നമുക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് എംബ്രോയിഡറി വർക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ എടുക്കണം. ഇവിടെയാണ് അതുള്ളത്. അപ്പോൾ എനിക്ക് വേണ്ടതൊരു ഈ ഒരു സൈസിലാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നത് ഈ 2 ആണ് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ 2-ലിട്ടുകൊണ്ട് എംബ്രോയിഡറി വർക്കിൽ സ്റ്റിച്ച് ചെയ്തതാണ്. 2-ല് ഇട്ടുകൊണ്ട് സ്റ്റിച്ച് ചെയ്തതാണ്. ഇതുപോലെ. അതിനെ കുറച്ച് വലിയ സ്റ്റിച്ചിൽ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഇത് ട്രൈ ചെയ്തു. ഈ 4 ഒന്ന് ട്രൈ ചെയ്തു. 4 ആണ് ഇത്. ഈ 4 ആണ്. ദെൻ 5 ഇങ്ങനെയാണ്. ദെൻ 6 ഞാൻ ട്രൈ ചെയ്ത് 6 ഇങ്ങനെയാണ് കിട്ടിയത്. ഈ 5-ൻ്റെ അടുത്ത് ഇതുപോലെ ഒരു സിഗ്സാഗ് മോഡൽ. ദെൻ 7 ചെയ്തു. 7 ഇങ്ങനെ കിട്ടി. ദെൻ 8. അപ്പോൾ ഈ 2 സ്റ്റിച്ച് ഇത് 9-ഉം ഇത് 10-ഉം ആണ്. ഇതാണ് 9, 10 ഇവിടെ. ഈ 9 ആണ് ഇത്, ഈ 10 ആണ് ഇത്. ഇതിങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ 11 ഓവർലോക്ക് ആണ്. ആ 11th ആണ് ഇത്. അത് ഞാൻ ഓവർലോക്ക് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എന്നാലേ ഞാനിടുന്ന ഫ്യൂച്ചർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.